ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി നല്ലൊരു ഉയരത്തിലാണ് പോയിട്ടുള്ളത്. 25,700 എബോയിലാണ് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തത്. നല്ല റാലിയായിരുന്നു കഴിഞ്ഞ 2 ദിവസമായി നിഫ്റ്റി കാണാൻ സാധിച്ചത്. നിഫ്റ്റി ഇന്ന് 25,709 ക്ലോസ് ചെയ്തപ്പോൾ 124 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ബാങ്ക് ഇന്ന് 57,713 ക്ലോസ് ചെയ്തപ്പോൾ 219 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് കണ്ടത്. എന്നാൽ നിഫ്റ്റി മിഡ് ക്യാപ്പും നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് ഇടിവിലായിരുന്നു. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 338 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 58,902 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 18,122 ക്ലോസ് ചെയ്തപ്പോൾ 9 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കണ്ടത്. ഇന്ത്യ വിക്സ് ഇന്ന് 11.62 ക്ലോസ് ചെയ്തു. സെൻസെക്സ് ഇന്ന് 484 പോയിൻറ്റ്സ് ഉയർന്ന് 83,952 ക്ലോസ് ചെയ്തത്. ഓവറോൾ ഈ വീക്ക് നിഫ്റ്റിയിൽ നല്ല മൂവ്മെൻറ്റാണ് ഉണ്ടായത്. വരും ദിവസങ്ങളിൽ നമുക്കിത് തുടരുമെന്ന് പ്രതീക്ഷിക്കാം. പ്രധാനമായിട്ടുള്ള ഇതിൽ മൂവ്മെൻറ്റ് വന്നിരിക്കുന്നത് FII ബൈയിങ് ബോർഡിലേക്കാണ് 2-3 ദിവസമായിട്ട് വന്നിട്ടുള്ളത്. ഇന്നത്തെ FII DII ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII 1,526 കോടി നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FIIയും 308 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 25,227 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 25,145 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 25,323 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ 25,585 ക്ലോസ് ചെയ്തു. ഫ്രൈഡേ 25,709 ക്ലോസ് ചെയ്തത്. മൺഡേക്ക് ശേഷം നിഫ്റ്റി കുറച്ച് താഴോട്ട് ട്യൂസ്ഡേ പോയിരുന്നെങ്കിലും വെനസ്ഡേ മുതൽ നിഫ്റ്റി അടുത്ത 3 ദിവസം മേലിലോട്ടുള്ള റാലിയാണ് നടത്തിയത്. ആകെ നിഫ്റ്റി 425 പോയിൻറ്റ്സിൻ്റെ റാലി നടത്തി 1.68% പ്രോഫിറ്റാണ് ഈ ആഴ്ച നമുക്ക് നിഫ്റ്റി നിന്ന് ലഭിച്ചിട്ടുള്ളത്. നിഫ്റ്റി 50 ഈ വർഷത്തിന് മുന്നിൽ നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 1 23,644 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,709 ക്ലോസ് ചെയ്തപ്പോൾ 8.73% പ്രോഫിറ്റാണ് കഴിഞ്ഞ ഏകദേശം 10 മാസമായിട്ട് നിഫ്റ്റി 50യിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സ് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒക്ടോബറിൽ, അതായത് 2024 ഒക്ടോബർ എൻഡിൽ 25,205 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,709 നിൽക്കുമ്പോൾ 6.22% പ്രോഫിറ്റാണ് കഴിഞ്ഞ 12 മാസമായിട്ട് നിഫ്റ്റി 50യിൽ കാണാൻ സാധിക്കുന്നത്. മറ്റുള്ള മെയിൻ സെക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്കിൻ്റെ ഈ ആഴ്ചത്തെ സമ്മറിയാണ് കാണിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഈ ആഴ്ച 1.95% റാലി നടത്തി. നിഫ്റ്റി മിഡ് ക്യാപ്പ് 0.35% റാലി നടത്തി. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 0.06% ഫോളാണ് കണ്ടത്. സെൻസെക്സ് 1.76% റാലിയാണ് ഈ ആഴ്ച നടത്തിയത്. ഇത് കാണിച്ചിരിക്കുന്നത് ഈ ആഴ്ചത്തെ സമ്മറിയാണ്. DII FI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII ഈ ആഴ്ച 16,247 കോടി രൂപ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII 373 കോടി രൂപ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. DII എല്ലാ ദിവസവും ബൈയിങ് മോഡിലായിരുന്നു. FII ആദ്യത്തെ 2 ദിവസം സെല്ലിലായിരുന്നുവെങ്കിലും വെനസ്ഡേ മുതൽ FII ബൈയിലാണ്. സെക്ടർ വൈസ് മൂവ്മെൻറ്റ് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി എനർജി, നിഫ്റ്റി IT, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി PSU ബാങ്ക് എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ ഒന്ന് 27,228 ക്ലോസ് ചെയ്തപ്പോൾ 179 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി എനർജി 73 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കണ്ടത്. 35,395 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 27,530 ക്ലോസ് ചെയ്തപ്പോൾ 157 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി FMCG 56,616 ക്ലോസ് ചെയ്തപ്പോൾ 762 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 111 പോയിൻറ്റ്സ് ഉയർന്ന് 14,866 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഇൻഫ്ര 9,338 ക്ലോസ് ചെയ്തപ്പോൾ 33 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. എന്നാൽ നിഫ്റ്റി IT ഇന്നും നല്ല ഇടിവാണ് കണ്ടത്. 580 പോയിൻറ്റ്സിൻ്റെ ഇടിവ് കണ്ടു. 34,950 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ എന്ന് 1519 ക്ലോസ് ചെയ്തപ്പോൾ 24 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കണ്ടത്. നിഫ്റ്റി ITയും നിഫ്റ്റി മീഡിയ എന്ന് എബോവ് 1% ഇടിവാണ് കാണാൻ സാധിച്ചത്. നിഫ്റ്റി മെറ്റൽ 87 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 10,199 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 11,498 ക്ലോസ് ചെയ്തപ്പോൾ 4 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫാർമ 150 പോയിൻറ്റ്സ് ഉയർന്ന് 22,253 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി PSU ബാങ്ക് 7,638 ക്ലോസ് ചെയ്തപ്പോൾ 50 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി റിയാലിറ്റി ഓൾമോസ്റ്റ് സെയിം ആണ്. 0.95% പോയിൻ്റ് ഗെയിനാണ് ഉണ്ടായത്. 933 എന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെക്ടർ വൈസ് ഈ ആഴ്ചത്തെ സമ്മറി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഓട്ടോ 1.90% റാലി നടത്തി. നിഫ്റ്റി എനർജി ഓൾമോസ്റ്റ് സിമിലറിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 1 പോയിൻറ്റ് മാത്രമേ ഉയർന്നിട്ടുള്ളൂ. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 2.59% റാലി നടത്തി. നിഫ്റ്റി FMCG
3% റാലി നടത്തി. നിഫ്റ്റി ഹെൽത്ത് കെയർ 0.85% റാലി നടത്തി. നിഫ്റ്റി ഇൻഫ്ര 1.70% റാലി നടത്തി. എന്നാൽ നിഫ്റ്റി IT ഈ ആഴ്ച ആകെ 1.85% ഫോളാണ് കണ്ടത്. നിഫ്റ്റി മീഡിയം 2.70% ഫോളോ നടത്തി. നിഫ്റ്റി മെറ്റൽ 0.61% ഫോളോ നടത്തി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 0.27% ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫാർമ 0.16% ഗെയിൻ ഉണ്ടായി. എന്നാൽ നിഫ്റ്റി PSU ബാങ്ക് 0.74% ഫോളാണ് നടത്തിയത്. നിഫ്റ്റി റിയാലിറ്റി ഈ ആഴ്ച 4.14% റാലി നടത്തി. ഈ ആഴ്ചയിൽ ടോട്ടൽ സമ്മറി കാണുമ്പോൾ നിഫ്റ്റി റിയാലിറ്റിയാണ് മെയിൻലി നല്ലൊരു റാലി കാണാൻ സാധിച്ചത്. എബവ് 4% റാലിയാണ് കാണാൻ സാധിച്ചത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1010 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1805 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യൻ പെയിൻറ്റ്സ് ഇന്ന് 4.07% നല്ല റാലി നടത്തി. M&M 2.67% റാലി നടത്തി. മാക്സ് ഹെൽത്ത് കെയർ 2.33%, ഭാരതി എയർടെൽ 2.27%, സൺ ഫാർമ 1.68%, HUL 1.65%, ITC 1.54%, ടാറ്റ കൺസ്യൂമർ 1.45%, നെസ്ലെ ഇന്ത്യ 1.40% ആൻഡ് ICICI ബാങ്ക് 1.36% റാലിയാണ് നടത്തിയത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ വിപ്രോ 5.05% നല്ലൊരു ഫോളോ കണ്ടു. ഇൻഫോസിസ് 2.08% ഫോളോ നടത്തി. HCL ടെക് 1.90%, ഇറ്റേണൽ 1.37%, ടെക് മഹീന്ദ്ര 1.11%, ടാറ്റ സ്റ്റീൽ 1.02%, ഇൻഡൽകോ 0.94%, ജിയോ ഫിനാൻസ് 0.90%, പവർ ഗ്രിഡ് 0.87% ആൻഡ് ഗ്രാസിം 0.83% ഫോളാണ് കണ്ടത്. ഇതൊരു ബയേഴ്സ് സെല്ലർ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നമുക്ക് മൺഡേ കാണാം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.